Voice of Marketing, in touch with positive people. നമ്മുടെ ഫോളോ അപ്പിന്റെ പാർട്ട് 3 അങ്ങനെ നീളുകയാണ്. എങ്ങനെ കോൺഫിഡൻസോടെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് ഒരു നല്ല കസ്റ്റമറിനെ, ഒരു നല്ല ക്ലയന്റിനെ, ഒരു നല്ല ഡീലറെ, ഒരു നല്ല ഡിസ്ട്രിബ്യൂട്ടറെ, ഒരു നല്ല ഹോൾസെയിലറെ എങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും? അയാളുടെ പ്രൊഫൈൽ എന്തായിരിക്കണം? അയാളുടെ ഐഡന്റിറ്റി എന്തായിരിക്കണം? ഒരു ബിസിനസ്സുകാരന്റെ സ്വപ്നം എന്ന് പറയുന്നത് നല്ല കസ്റ്റമറാണ്. ഒരു ബിസിനസിന്റെ സക്സസ് എന്ന് പറയുന്നത് നല്ല കസ്റ്റമറാണ്. ഈ നല്ല കസ്റ്റമറെ നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഈ നല്ല കസ്റ്റമറെ മാർക്കറ്റിൽ നിന്നും കിട്ടും. ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ജീവരക്തം എന്ന് പറയുന്നത് ക്യാഷ് ഇൻഫ്ലോ, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകപ്പെടുന്ന എമൗണ്ട്, ഫണ്ട്. ഈ ഫണ്ട് എവിടുന്ന് വരും? അത് തീർച്ചയായിട്ടും നല്ല കസ്റ്റമറിൽ നിന്നാണ് ഫണ്ട് പെട്ടെന്ന് വരുള്ളൂ. ഈ നല്ല കസ്റ്റമറെ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? നല്ല കസ്റ്റമറെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്ന് നമ്മൾ സംസാരിച്ചു. ഉറപ്പായിട്ടും കടം പറയാത്തവര്, അഡ്വാൻസ് പേയ്മെന്റ് ചെയ്യുന്നവര്, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് എത്തുന്നതിന് മുമ്പ് നെഫ്റ്റ് ചെയ്യുന്നവര്, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്ത ശേഷം അപ്പൊ തന്നെ പേയ്മെന്റ് തരുന്നവരുണ്ടാവാം. ഒരു 5 ദിവസം, 10 ദിവസം, 15 ദിവസം, അതിൽ കൂടുതൽ പോകാൻ പറ്റില്ല. അവരെയാണ് നമുക്ക് ഒരു നല്ല കസ്റ്റമർ എന്ന് പറയാൻ പറ്റുള്ളൂ. അത്തരത്തിൽപ്പെട്ട നല്ല കസ്റ്റമേഴ്സിനെ ഒരു കമ്പനിക്ക് കിട്ടുന്നത് അത് വളരെയധികം പവർഫുൾ ആയിരിക്കും. ആ കമ്പനിയുടെ വളർച്ചയ്ക്ക് ഫണ്ട് തരാൻ തയ്യാറുള്ളവര്. ഒരു നല്ല കസ്റ്റമറുടെ പ്രൊഫൈൽ എന്തായിരിക്കണം? അയാൾ ഫണ്ടുള്ള ആളായിരിക്കണം. ആ ഡീലർക്ക് ഫണ്ട് ഉണ്ടായിരിക്കണം. ഫണ്ട് മാനേജ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഉണ്ടാവണം. ഒരു ഫിനാൻസ് മാനേജർ ഉണ്ടായിരിക്കും, പർച്ചേസ് മാനേജർ ഉണ്ടായിരിക്കും, മാർക്കറ്റിംഗ് മാനേജർ ഉണ്ടാവും. ആ തരത്തില് ആ ഫണ്ട് മാനേജ് ചെയ്ത് കൃത്യമായിട്ട് ഒരു പർച്ചേസ് നടത്തി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഫണ്ട് തിരിച്ചു കൊടുക്കുന്നതിന് കൃത്യമായ ഡേറ്റും കാര്യങ്ങളും എഴുതി മൊത്തത്തിൽ ആ സ്ഥാപനം ഒരു ഡീസെൻട്രലൈസേഷൻ അത് കുറച്ചുകൂടി പ്രൊമോട്ട് ചെയ്യുന്നവരായിരിക്കും. ചെറിയ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഒരു വലിയ ഡിപ്പാർട്ട്മെന്റുകളൊന്നും ഉണ്ടാവില്ല. എങ്കിൽ പോലും അവര് വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കാൻ പഠിച്ചാൽ മതി. അത്രയും പഠിച്ചാൽ പകുതി കാര്യങ്ങൾ ഓക്കെ. രണ്ടാമതായി പറയേണ്ടത് അവര് ബിസിനസ് പീപ്പിൾ ആയിരിക്കണം. കൂടുതൽ ബിസിനസ് ചെയ്യാൻ അവർക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. കൂടുതൽ ഗ്രോത്ത് വരാൻ വേണ്ടിയിട്ട്, കൂടുതൽ ബിസിനസിന്റെ ഗ്രോത്തുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു താല്പര്യവും ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവും. പിന്നെ മൂന്നാമതായി പറയേണ്ടത് അടിസ്ഥാനപരമായി അവർ ബിസിനസ്സിൽ ഫോക്കസ് കുറച്ചുകൂടി ചെയ്യുന്നവരായിരിക്കണം. ഇത് പറയാൻ കാരണം ഈ ഒരു ബിസിനസ് ചെയ്തുകൊണ്ട് അവർ റിയൽ എസ്റ്റേറ്റ് ചെയ്യാനും റബ്ബർ വെട്ടാനും അങ്ങനെയുള്ള വേറെ കുറേ ജോലികൾ, റബ്ബർ വെട്ടിയതുകൊണ്ട് ഒരു കർഷകനാണെങ്കിൽ റബ്ബർ വെട്ടിയിട്ട് ആ ബിസിനസ് ശ്രദ്ധിച്ചതുകൊണ്ട് കുഴപ്പമില്ല, വേറെ പലതിലേക്കും അവർ ഫോക്കസ് ചെയ്യും. അപ്പം അങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ ആ ബിസിനസിന്റെ വളർച്ച ഒരു ഗ്രോത്തിലേക്ക് ആവില്ല. ഈ ബിസിനസിന്റെ വളർച്ച ഇല്ലെങ്കിലും അവർക്ക് ആ ബിസിനസ്സിലൂടെ ലാഭം കണ്ടെത്താൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള കസ്റ്റമർ ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ എന്നെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ വിറ്റതിന്റെ പൈസ കിട്ടില്ല. അതുപോലെ ചില ഡീലേഴ്സിന്റെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, പെട്ടെന്ന് തന്നെ ഇത് അത്ര പോരാ, വേറെ ഒരെണ്ണം തുടങ്ങിയാലോ എന്ന് വെച്ച് വേറെ എടുത്ത് ചാടും. അപ്പോൾ സ്ഥിരതയില്ലാത്ത, കൃത്യമായ സ്ഥിരതയില്ലാത്ത ഒരു കസ്റ്റമറെ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. നമ്മൾ പ്രോഡക്റ്റ് കൊടുത്താൽ, അല്ലെങ്കിൽ നമ്മൾ സർവീസ് കൊടുത്താൽ നമുക്ക് ഫണ്ട് കിട്ടാൻ പ്രശ്നമായിരിക്കും. അങ്ങനെയുള്ളവരുടെ ബാക്കിൽ നിന്ന് ഫോളോ അപ്പിന് നടക്കരുത്. ചില കസ്റ്റമേഴ്സും ഡീലേഴ്സും ഉണ്ട്, മാർക്കറ്റ് എപ്പോഴും ഗ്രോത്ത് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടി, എപ്പോഴും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടി അവർ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കും. നല്ല എഫിഷ്യൻ്റ് ആയ കൂടുതൽ സ്റ്റാഫുകളെ അപ്പോയിന്റ് ചെയ്യും. സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയുള്ള വണ്ടികളൊക്കെ വളരെ സഡനായിട്ട് വാങ്ങിക്കും. അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെ, അങ്ങനെയുള്ള ഡീലേഴ്സിനെ നമ്മൾ നോട്ട് ചെയ്യണം, അവരെ നമ്മൾ അപ്പോയിന്റ് ചെയ്യണം, നമുക്ക് ഫണ്ട് കിട്ടും. അതുപോലെ 7th പോയിന്റ് ആയിട്ട് പറയാനുള്ള, ഒരു മാർക്കറ്റിൽ നമ്മൾ ചെല്ലുമ്പോൾ ഈ ഫോളോ അപ്പിന്റെ എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ സബ്ജക്റ്റ്. അപ്പോൾ ഒരു മാർക്കറ്റിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ലോക്കൽ ആളുകൾ, അല്ലെങ്കിൽ അവരുടെ സപ്ലൈ ചെയ്യുന്ന, കൃത്യമായിട്ട് സപ്ലൈ കൊടുക്കുന്ന ഡ്രൈവേഴ്സ് ഉണ്ടാവാം, ഓട്ടോ ഓടിക്കുന്ന നല്ല ആൾക്കാരുണ്ടാവാം, നല്ല പേയ്മെന്റ് തരുന്ന ഡിസ്ട്രിബ്യൂട്ടർ ഏതാണ്, നല്ല പേയ്മെന്റ് തരുന്ന ഡീലർ ആരാണ്, മറ്റുള്ളവരോട് ചോദിച്ചുകൊണ്ട്, ലോക്കൽ ആളുകളോട് ചോദിച്ചുകൊണ്ട് നല്ല കസ്റ്റമേഴ്സിനെ നമുക്ക് കണ്ടെത്താൻ ഉറപ്പായിട്ട് സാധിക്കും. പിന്നെ ഒരു നിർദ്ദേശം എനിക്ക് പറയാനുള്ള, ജസ്റ്റ് ഡയൽ, ഇന്ത്യ മാർട്ട് അതുപോലുള്ള സൈറ്റുകളിൽ നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ് കിട്ടും. നല്ല റിസൾട്ടിലേക്ക് ആ ഫോളോ അപ്പ് നമ്മളെ എത്തിച്ചേർക്കും എന്നുള്ള കാര്യത്തിൽ ഡൗട്ടില്ലാത്ത കാര്യമാണ്. നല്ല ബ്രാൻഡ് പ്രോഡക്റ്റ് വിൽക്കുന്നവരുണ്ടാവും. അവിടെ നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലുണ്ട്. അയാൾ ഒരു നല്ല കസ്റ്റമർ ആയിരിക്കും, നല്ല ഫണ്ടുള്ള ഒരാളായിരിക്കും.
നല്ല ബിസിനസ് ചെയ്യാൻ കഴിവുള്ള എല്ലാവർക്കും നല്ലപോലെ ബിസിനസ് ചെയ്യാൻ സാധിക്കില്ല. ചില കസ്റ്റമേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർക്ക് ബിസിനസ് ചെയ്യാൻ അറിയാം, അതിനൊരു പെരുമാറ്റമുണ്ട്, എങ്ങനെ കസ്റ്റമറോട് ഇടപഴകണം, എങ്ങനെ അത് ക്ലോസ് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ട് കൃത്യമായ ഐഡിയ ഉള്ള നിരവധി ആളുകളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചില കസ്റ്റമേഴ്സിന്റെ സ്വഭാവം എന്ന് പറയുന്നത്, നമ്മൾ ആ ഷോപ്പിലേക്ക് ഒരു പർച്ചേസ് ചെയ്യാൻ കയറി വന്നാൽ റെഡി പേയ്മെന്റ് ആയിരിക്കും, വലിയ ഡിസ്കൗണ്ട് ഒന്നും കിട്ടില്ല. നമ്മൾ പ്രോഡക്റ്റ് ആ ഷോപ്പുകളിലോ ആ കസ്റ്റമറിനോ കൊടുക്കുമ്പോൾ റെഡി പേയ്മെന്റ് ആയിരിക്കും, പൈസ അപ്പൊ തന്നെ എടുത്തു തരും. പ്രോഡക്റ്റ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അപ്പൊ തന്നെ പേയ്മെന്റ് കൊടുക്കുന്നവരായിരിക്കും അവര് നല്ല കസ്റ്റമറാണ്, അവരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. നമ്മളൊരു പ്രോഡക്റ്റോ എന്തെങ്കിലും ഒരു ഐറ്റം ഒരു കസ്റ്റമറിന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന സമയപരിധിക്കുള്ളിൽ ആ പൈസ തരണം. നമ്മളത് പഠിക്കണം, ആ കസ്റ്റമറിനെ വിലയിരുത്തണം, പഠിക്കണം, മറ്റുള്ളവരോട് ചോദിക്കണം. അല്ലാതെ കസ്റ്റമറായിട്ട് ഡീൽ ചെയ്യരുത്. നമ്മുടെ പ്രോഡക്റ്റ് പോകും, പിന്നെ അവിടുന്ന് റിട്ടേൺ എടുക്കാൻ നടക്കണം, ഫണ്ട് കിട്ടാതെ വരും, പിന്നെ കേസാവും, പ്രശ്നങ്ങളാവും. ഈ സാധനം ഉണ്ടല്ല, അങ്ങ് പോയാ പിന്നെ തീർന്നു. അപ്പൊ അതുകൊണ്ട് ഇത് കൺവേർട്ട് ചെയ്ത് ക്യാഷ് ആയിട്ട് വന്നാലാണ് നമ്മുടെ കമ്പനിക്ക് എന്തെങ്കിലും പ്രയോജനമുള്ളൂ. അത് അറിഞ്ഞു മാത്രം സെലക്ട് ചെയ്യുക കസ്റ്റമറിനെ. ഒരു കല്യാണം നടത്താൻ, അല്ലെങ്കിൽ മകന്റെയോ മകളുടെയോ ആരുടെ കല്യാണം ആവട്ടെ, നമ്മൾ എന്തുമാത്രം അതിന്റെ ബാക്കിൽ അന്വേഷിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഒരു പ്രോഡക്റ്റോ സർവീസ് എന്ത് സാധനം ആയിക്കോട്ടെ, ഒരു കസ്റ്റമറിനെ, ഒരു ഡീലറെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ ഏരിയകളും ശ്രദ്ധിച്ചിട്ട് വേണം കൊടുക്കാൻ. കഴിയുമെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ഡീലിംഗ് റെഡി പേയ്മെന്റ് സിസ്റ്റത്തിൽ തന്നെ കൊണ്ടുപോകണം. വാരിക്കോരി ഓർഡർ തരുന്ന കസ്റ്റമർ ആണോ, അതോ അത്യാവശ്യം ഓർഡർ തന്നിട്ട് അതിന്റെ പേയ്മെന്റ് നമുക്ക് തന്നിട്ട് പിന്നെ ഡീൽ ചെയ്യുന്നവരാണോ? അവരുടെ സ്വഭാവം അറിയാൻ പറ്റും. വാരിക്കോരി ഓർഡർ തന്ന് ഒരു കൊട്ട ഓർഡറായിട്ട് അതങ്ങ് അയച്ചിട്ട് പിന്നെ അവിടെ പോയി ഇരിക്കേണ്ട വരും, പൈസ കിട്ടില്ല. നോക്കണം, സൂക്ഷിക്കണം. നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കും കേട്ടോ നല്ല കസ്റ്റമറിന്. നമ്മള് ഒരു കുടുംബത്തിന്റെ അന്തരീക്ഷം, അവരുടെ ഡീലിങ്, സഹോദരങ്ങളായിട്ടൊക്കെ ഉള്ള ഡീലിങ്, അല്ലെങ്കിൽ അച്ഛനും അമ്മയും നോക്കുന്നവരാണോ? മാർക്കറ്റ് പഠിച്ച ശേഷം മാത്രമേ ആ പ്രോഡക്റ്റ് കൊടുക്കാവൂ. റോ മെറ്റീരിയൽ എടുത്ത് നമ്മൾ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി അതിന്റെ എത്ര ഭാഗങ്ങൾ, എത്ര ഏരിയകൾ കവർ ചെയ്താണ് ഒരു പ്രോഡക്റ്റ് ഒരു കസ്റ്റമറുടെ മുന്നിലെത്തുക. ആ മാനുഫാക്ചർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയുണ്ട്, അതിന്റെ ട്രാൻസ്പോർട്ടിങ് പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഒരു പ്രോഡക്റ്റ് ഒരു കസ്റ്റമറിന് എത്തിച്ചു കൊടുക്കുമ്പോൾ എൻ്റെ പൈസ തന്നില്ലെങ്കിൽ അത് വളരെ വേദനയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് എക്സിക്യൂട്ടീവ്സും ടോപ്പ് ലെവൽ മാനേജ്മെന്റും മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ആൾക്കാരും അത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഫോളോ അപ്പിന്റെ ഓരോ ഏരിയകളും തിരിച്ച് ഡിസ്കസ് ചെയ്ത് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഓൾ ദ ബെസ്റ്റ്.